നമസ്കാരം. സിറിയയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഏതാനും ആഴ്ചകളിലെ സമാധാനത്തിന് ശേഷം പുറത്താക്കപ്പെട്ട ഏകാധിപത്യ ഭരണാധികാരി ബഷർ അൽ അസാദിൻ്റെ അനുയായികളും സിറിയൻ സൈന്യവും തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. വ്യാഴാഴ്ചയോടെ അസദിനോട് കൂറുപുലർത്തുന്ന സായുധ സംഘങ്ങളും പുതിയ സിറിയൻ ഭരണകൂടത്തിൻ്റെ സൈന്യവും തമ്മിൽ ആരംഭിച്ച ഏറ്റുമുട്ടൽ വളരെ പെട്ടെന്ന് തന്നെ വർഗീയ കൊലപാതകങ്ങളായി മാറുകയായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 1000-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തേക്ക് വരുന്ന വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അസദുമായി ബന്ധപ്പെട്ട സായുധ സംഘങ്ങൾ സർക്കാർ ചെക്ക് പോസ്റ്റുകളെയും പെട്രോളിംഗ് സംഘങ്ങളെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതായി സിറിയൻ വാർത്താ ഏജൻസിയായ സന റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവർക്കെതിരെ നടത്തിയ സൈനിക ഓപ്പറേഷനാണ് വർഗീയ കൊലപാതകങ്ങളായി മാറിയത്. പുതിയ സിറിയൻ ഭരണകൂടവുമായി ബന്ധമുള്ള ആയുധധാരികൾ ഫീൽഡ് വധശിക്ഷകൾ നടപ്പിലാക്കുകയും രാജ്യത്തെ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുവെന്ന് പല ദൃക്സാക്ഷികളും പറയുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ള പല വീഡിയോകളും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അസദിന്റെ സഹോദരനോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു മുൻ സൈനിക യൂണിറ്റ് അജ്ഞാത വിദേശ ശക്തിയുടെ സഹായത്തോടെയാണ് സിറിയയിൽ ആക്രമണം നടത്തിയതെന്നാണ് സിറിയൻ ഗവൺമെന്റ് പറയുന്നത്. സുന്നി ഭൂരിപക്ഷമുള്ള സിറിയയിലെ പ്രധാന ഷിയ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗമാണ് അലവൈറ്റുകൾ. ഈ വിഭാഗത്തിൽ നിന്നുള്ള അസദ് കുടുംബമാണ് അരനൂറ്റാണ്ടിലേറെ സിറിയ ഭരിച്ചത്. അലവൈറ്റുകൾ പ്രധാനമായും താമസിക്കുന്ന തീരപ്രദേശമായ ലദാഖിയയിലാണ് സംഘർഷങ്ങൾ വലിയ തോതിൽ നടന്നത്. കഴിഞ്ഞ വർഷം അവസാനം അസദിനെ അട്ടിമറിച്ച അൽഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിനെ നയിച്ചിരുന്നയാളും ഇപ്പോഴത്തെ ഇടക്കാല സിറിയൻ പ്രസിഡന്റുമായ അഹമ്മദ് അൽ ഷര സിറിയയിലെ വൈവിധ്യമാർന്ന വംശീയ മതവിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ സമത്വവും പ്രാതിനിധ്യവും വാഗ്ദാനം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ സിറിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് ഇത്രയും വലിയ ആക്രമണ പരമ്പരകൾ തന്നെ അവിടെ അരങ്ങേറുന്നത്. അസദ് ഭരണകൂടം സിറിയ ഭരിക്കുമ്പോൾ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം കൈവശം വച്ചിരുന്ന അലവൈറ്റ് സമുദായം പുതിയ ഭരണകൂടത്തിന്റെ രൂപീകരണത്തോടെ രാജ്യത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സിറിയയിലെ ഭൂരിപക്ഷ വിഭാഗമായ സുന്നികൾ അലവൈറ്റുകളെ പ്രതികാര മനോഭാവത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. അസദിന്റെ ഭരണകൂടം സുന്നികളോട് കാട്ടിയ ക്രൂരതകളാണ് അവർക്ക് അലവൈറ്റുകളോട് ഇത്രയധികം ശത്രുത വളരാൻ കാരണം. സിറിയയിൽ അധികാരത്തിൽ വന്ന പുതിയ സർക്കാരിനെ അലവൈറ്റ് സമുദായം വളരെയധികം സംശയത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. പുതിയ ഗവൺമെന്റ് അലവൈറ്റ് വിഭാഗങ്ങളുമായി ശക്തമായ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ സിറിയയെ വീണ്ടും അസ്ഥിരതയിലേക്ക് തള്ളിവിടുമോ എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്.